everyone, welcome back to my channel Dhananu Wellness Coach. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഈ നോമ്പ് കാലത്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ നോമ്പ് എടുക്കുക, നമ്മുടെ ഹെർബാലൈഫ് ന്യൂട്രീഷനിലൂടെ എങ്ങനെ നല്ല രീതിയിൽ നോമ്പ് എടുത്ത് വെയിറ്റ് ലൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഉന്മേഷം തരുന്ന ഒരു കാര്യമാണ്. ഇയർലി വൺസ് നമ്മളെല്ലാവരും നോമ്പ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എന്താണ് നമ്മുടെ നോമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഉപവാസം, എങ്ങനെ നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യും? കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും, അതുപോലെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, ഇതിന്റെ അളവിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. കൊളസ്ട്രോൾ ലെവലിനൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു നോമ്പ് നമുക്ക് ഉപകരിക്കും. അപ്പോൾ ഇയർലി വൺസ് എല്ലാവരും നോമ്പ് എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമുക്ക് 2 days കഴിഞ്ഞ് നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്, റംസാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹെർബാലൈഫ് പ്രോഡക്ട്സ് ന്യൂട്രീഷൻ എടുത്തുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും ഇനി ഇതെങ്ങനെ കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വാട്ടർ ഇൻടേക്ക് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് നടക്കുമോ, അങ്ങനെയുള്ള കുറച്ച് ഡൗട്ടുകളൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ ഞാൻ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫുഡും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോ നോമ്പ് തുടങ്ങുന്ന സമയത്ത്, നോമ്പ് എന്ന് പറയുന്നത് സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് നിങ്ങൾ നോമ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട്, അതായത് ഏകദേശം ഒരു 3 മണി 4 മണിയോട് കൂടി നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കും. അപ്പൊ അങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് നന്നായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല ചൂടോടുകൂടി എയർ ഫ്രഷ് എടുക്കുക. അതുപോലെ തന്നെ എയർ ഫ്രഷിന്റെ കൂടെ തന്നെ അലോയ് കോൺസെൻട്രേറ്റും കൂടിയും ഒരു 1.5 മൂടി അലോയ് കോൺസെൻട്രേറ്റും കൂടിയും മിക്സ് ചെയ്തിട്ടുള്ള എയർ ഫ്രഷ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നല്ലൊരു ആക്റ്റീവും നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാക്കി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എയർ ഫ്രഷ് പ്ലസ് അലോയ് കോൺസെൻട്രേറ്റ്. ദെൻ നമ്മൾ നോർമലി എടുക്കുന്ന ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് ആണ് 3 സ്കൂപ്പ് ഫോർമുല 1 ആൻഡ് 1 സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഇട്ടിട്ടുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രീഷൻ ഷേക്ക് മിക്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് എത്രത്തോളമാണോ വാട്ടർ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത്, എടുക്കാൻ പറ്റുന്നത്, അത്രയും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏകദേശം ഒരു 5 മണി വരെ കറക്റ്റായിട്ട് ഏകദേശം നമുക്കൊരു 10 ഗ്ലാസോളം വെള്ളം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ വാട്ടർ ഇൻടേക്ക് എടുക്കുക. ദെൻ അവിടെ നിന്ന് നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ നോമ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത്, നോമ്പ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കൽ പോലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും സ്വീറ്റ് സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നീ ഫുഡ് ഐറ്റംസുകൾ വെച്ച് നോമ്പ് തുറക്കരുത്. കാരണം നമ്മൾ അത്രയും നേരം നമ്മുടെ ബോഡി നല്ല ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന സമയമാണ്. അപ്പൊ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ ബോഡിയിലേക്ക് പിന്നെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ല ന്യൂട്രീഷൻസ് ഉള്ള ഫുഡുകളാണ് കൂടുതലും ഇട്ട് കൊടുക്കേണ്ടത്, ബോഡിയിലേക്ക് നമ്മൾ ഇൻടേക്ക് എടുക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പണ്ട് കാലങ്ങളിൽ നല്ല ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡയറ്റ്സ് ഒക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത്, നട്ട്സ് ഒക്കെയാണ് കഴിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവെ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ മധുര പലഹാരങ്ങൾ അല്ലെങ്കിൽ നല്ല ബേക്കറി ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്വീറ്റും സ്നാക്സും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള ഐറ്റംസുകൾ ഒഴിവാക്കിയിട്ട് പകരം നല്ല പണ്ട് കാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന പോലെ തന്നെ ഫ്രൂട്ട്സും അതുപോലെ ഫ്രൂട്ട് ജ്യൂസും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാം. ദെൻ ഒരു 6 മണിയോട് കൂടിയിട്ട് നമുക്ക് എന്തെങ്കിലും ലോ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ കഴിക്കാം. ലോ കാർബോഹൈഡ്രേറ്റ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ നമുക്ക് ഓട്സ് കഴിക്കാൻ താല്പര്യമുള്ളവർ, ഓട്സ് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഓട്സ് കഴിക്കാം. അതിന് ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതാണ് ഓട്സിൽ. അപ്പൊ നമുക്ക് ഓട്സ് കഴിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തി, അങ്ങനെ ഗോതമ്പ് ഐറ്റംസുകൾ വെച്ചിട്ടുള്ള പലഹാരങ്ങൾ കഴിക്കാം. അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടുള്ള പലഹാരങ്ങൾ, ഇഡ്ഡലി, ദോശ, ഊത്തപ്പം, അങ്ങനെയുള്ള ലോ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കഴിച്ചു കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വാട്ടർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. വെള്ളം കറക്റ്റായിട്ട് കുടിക്കുക. വെള്ളം കുടി കഴിഞ്ഞതിന് ശേഷം രാത്രി ഒരു 9 മണിയോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള എയർ ഫ്രഷ് എടുക്കാവുന്നതാണ്. അപ്പോൾ എയർ ഫ്രഷ് കഴിക്കാം.
ദെൻ എയർ ഫ്രഷ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷേക്ക് മിക്സ് നമുക്ക് കഴിക്കാം. അത് 3 സ്പൂൺ ഫോർമുല 1 സ്കൂപ്പ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ആൻഡ് 1 സ്കൂപ്പ് ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് എന്നിവ ഇട്ടിട്ടുള്ള നല്ല ഷേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. ദെൻ നമുക്ക് പിന്നെ അതിന് ശേഷം എത്രയാണോ വെള്ളം കുടിക്കാൻ പറ്റുന്നത് അത്രയും വെള്ളം കുടിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് രാത്രി നമുക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു രീതിയിലാണ് നോമ്പ് കാലത്ത് കറക്റ്റായിട്ട് ഫുഡ് ഫോളോ ചെയ്ത് പോകുന്നത്. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് നോമ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരു എനർജി നമുക്ക് കിട്ടുന്നത്, എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ബോഡിക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്കത് തോന്നും. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം ഈ നോമ്പ് കാലത്തിൽ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്തുകൊണ്ട് വെയിറ്റ് ലോസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു നോമ്പ് കാലഘട്ടം കറക്റ്റാക്കി കൊണ്ടുപോകാനും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റംസാൻ ആശംസിക്കുന്നു. നല്ലൊരു റംസാന്റെ നോമ്പ് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിൽ വെയിറ്റ് ലോസ് റിസൾട്ട് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.